എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ രാഘ ജോർദനോട് ഫെലിയെക്കുറിച്ച് പറയുന്ന കേട്ട് അവൾ അവിടേക്ക് വരുന്നു. എന്നിട്ട് അവനെ സ്ലാപ്പ് ചെയ്യുന്നുണ്ട്. ശരി, നിങ്ങൾക്ക് എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. രാഘ അവളെ തടയുമ്പോൾ നിനക്ക് ഇതിൽ കൂടുതൽ എന്നെ ഇൻസൾട്ട് ചെയ്യണമെന്ന് ചോദിച്ച ശേഷം ഫെലി അവിടുന്ന് പോകുന്നു. ഇവളെ നോക്കി ഹെൽഗ, ഈ ഗേൾസിനെല്ലാം ദേഷ്യം വരുമ്പോൾ ഇവരെ കണ്ടാൽ ആരായാലും പേടിക്കുമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി അവളുടെ റൂമിലിരുന്ന ഡയറിയിൽ മദറിന് വേണ്ടി ലെറ്റർ എഴുതാണ്. ഈ പണക്കാരുടെ കണ്ണിൽ പാവപ്പെട്ടവർക്ക് ഒരു വിലയില്ലേ? നമ്മൾ അവരുടെ ക്ലോസ് ആകുന്നത് അവരുടെ പണത്തിന് വേണ്ടിയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. തന്നെക്കുറിച്ച് രാഘ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് ഒരിക്കലും മാറ്റില്ല. എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് അവൾ തീരുമാനിക്കുന്നു. ഞാൻ ഇവിടേക്ക് വന്നത് ഇവരുടെ പണത്തിന് വേണ്ടിയാണെന്നുള്ള രാഘയുടെ തോട്ട്സും റോങ് ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്യുമെന്നും അവൾ പറയുന്നുണ്ട്. അതിനുശേഷം ചായ ഉണ്ടാക്കാൻ വേണ്ടി ഫെലി കിച്ചണിലേക്ക് വരുന്നു. ടീ പൗഡർ അവിടെയെല്ലാം നോക്കുന്നുണ്ട്. മുകളുടെ ക്യാബിനിൽ നോക്കുമ്പോൾ അവളുടെ കയ്യിൽ മുറിവ് പറ്റുന്നു. അവിടേക്ക് വരുന്ന ജോർദൻ അവളുടെ കയ്യിൽ പിടിച്ച് മുറിവ് നോക്കുന്നുണ്ട്. നീ ഇവിടെ എന്ത് ചെയ്യാനെന്ന് ചോദിക്കുന്നു. എൻ്റെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ചായ ഉണ്ടാക്കാൻ വന്നതാണെന്ന് അവൾ പറയുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വന്ന് ജോർദൻ അവളുടെ കയ്യിലെ മുറിവിൽ ബാൻഡേജ് ഒട്ടിക്കുന്നു. ഫെലി അവനെ നോക്കി നിൽക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ ജോർദൻ പറയുന്നു. അവൻ നോക്കുമ്പോൾ ഫെലി നോക്കി നിൽക്കുന്നത് കാണുന്നു. 2 തവണ അവൻ അവളുടെ പേര് വിളിക്കുന്നുണ്ട്. ഫെലി റിയലൈസ് ചെയ്യുമ്പോൾ അവനോട് താങ്ക്സ് പറയുന്നു. ജോർദൻ അവൾക്ക് വേണ്ടി ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് സംസാരിക്കുന്നു. ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊന്നും ശരിയല്ല, പക്ഷെ നീ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്തത് അതും ശരിയല്ല. ചിലപ്പോഴൊക്കെ സമാധാനമായി നിന്ന് നമ്മൾ കാര്യങ്ങൾ നേരിടണമെന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. നീ പറയുന്നത് അവർ എന്നോട് എത്ര മോശമായി പെരുമാറിയാലും ഞാൻ തിരിച്ച് നന്നായിട്ട് ബിഹേവ് ചെയ്യണമെന്നാണോ എന്ന് അവൾ ചോദിക്കുന്നു. അവൻ അതിൽ നിന്ന് പറയുന്നുണ്ട്, ഒരു റോക്ക് എത്ര ഹാർഡാണെങ്കിലും ഒരുപാട് നാൾ വെള്ളം പറ്റുകയാണെങ്കിൽ അത് സോഫ്റ്റ് ആകുമെന്ന് അവൻ പറയുന്നു. തിരിച്ച് റൂമിൽ വന്ന ശേഷം ഫെലി ജോർദനെ കുറിച്ച് അവളുടെ ഡയറിയിൽ എഴുതുന്നു. ഇന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. ജോർദൻ ഒരു നല്ല പേഴ്സണാണ്. ഞാൻ അവനെ ലൈക്ക് ചെയ്യുന്നു. ഞാൻ എന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല മ്യൂസിക് പോലെയാണ് ജോർദൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ സ്മൈൽ ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ ജോർദൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സുകളെല്ലാം ഫെലി ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു ഡ്രസ്സ് അവൾ ഡിസൈഡ് ചെയ്യുന്നു. ഡൈനിങ് റൂമിൽ എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്യുകയാണെന്ന് ഫെലിയോട് മിനി മോണ്ടർ പറയുന്നു. നമ്മളെല്ലാവരും ഇന്ന് മദറിൻ്റെ ഗ്രേവിൽ പോകുകയല്ലേന്ന് രാഘ ബ്രദേഴ്സിനോട് ചോദിക്കുന്നു. അതിന്ന് ജോർദൻ പറയുന്നുണ്ട്. തൻ്റെ പുതിയ ഡ്രസ്സിട്ട് ഫെലി അവിടേക്ക് വരുന്നു. ഇവളുടെ ന്യൂ സ്റ്റൈല് കണ്ട് എല്ലാവരും അവളെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തുപറ്റി, ഈ ഡ്രസ്സ് എനിക്ക് ഒട്ടും സ്യൂട്ട് ആകുന്നില്ലെന്ന് അവൾ അവരോട് ചോദിക്കുന്നു. രാഘ ഫെലിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആരും അവളോട് ഒന്നും പറയുന്നില്ല. ഇത് കണ്ട് ജോർദൻ, ഈ ഡ്രസ്സ് നിനക്ക് നന്നായി സ്യൂട്ട് ആകുന്നുണ്ട്. ഈ ഡ്രസ്സിൽ നീ ബ്യൂട്ടിഫുൾ ആണെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ഫെലി ഹാപ്പി ആകുന്നുണ്ട്. നീ ഇത്രയും റെഡിയായി രാവിലെ എവിടെ പോകുകയാണെന്ന് ഹെൽഗ അവളോട് ചോദിക്കുന്നു. എവിടെയും പോകുകയല്ല, ജോർദൻ വാങ്ങിത്തന്ന ഈ പുതിയ ഡ്രസ്സെല്ലാം ഞാൻ ട്രൈ ചെയ്യായിരുന്നു എന്ന് അവൾ പറയുന്നു. നീ എനിക്ക് വേണ്ടി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സ് വാങ്ങി തന്നില്ലേ? സോ ഇതിന് പകരമായി നിനക്ക് വേണ്ടി എന്തെങ്കിലും കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫെലി പറയുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ജോർദൻ പറയുന്നുണ്ടെങ്കിലും ഫെലി ഇൻസിസ്റ്റ് ചെയ്യുന്നു. ജോർദന് ഏറ്റവും ഇഷ്ടമുള്ളത് ഫ്രൈഡ് റൈസ് ആണെന്ന് നാവിറോ പറയുന്നുണ്ട്. ഇത് കേട്ട് ഫെലി കൂടുതൽ ഹാപ്പി ആകുന്നു. ഓർഫനേജിൽ താൻ ഏറ്റവും നന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഫ്രൈഡ് റൈസ് ആണ്. താൻ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് അവൾ പറയുന്നു. ഉണ്ടാക്കുമ്പോൾ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കണമെന്ന് ഹെൽഗ പറയുന്നു. ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം, പക്ഷെ പകരമായി എന്നെ നിങ്ങൾ ബുള്ളി ചെയ്ത് നിർത്തണമെന്ന് അവൾ പറയുന്നു. ആദ്യം നിന്റെ ഡിഷ് ടേസ്റ്റ് ചെയ്യട്ടെ, അതിനുശേഷം തീരുമാനിക്കാമെന്ന് ഹെൽഗ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി ഷെഫിന്റെ കിച്ചണിലേക്ക് വരുന്നു. ഇന്ന് താൻ ഫുഡ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന അവൾ പറയുമ്പോൾ അത് പറ്റില്ലെന്ന് ഷെഫ് പറയുന്നു, അതും സ്ട്രിക്റ്റ് ആയിട്ട്. അതിനുശേഷം അവൾ നേരെ സ്റ്റാഫിന്റെ കിച്ചണിലേക്ക് വരുന്നു. കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ കിച്ചൺ ഞാൻ ബോർ ചെയ്തോട്ടെ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. സ്റ്റാഫ്സ് എല്ലാം വളരെ സ്നേഹത്തോടെയാണ് ഫെലിയോട് പെരുമാറുന്നത്. നെക്സ്റ്റ് സീനിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ഫെലി എല്ലാവരുടെ അടുത്തേക്ക് വരുന്നു. ആദ്യമേ നാവിറ വന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ ബൗൾ എടുത്തുകൊണ്ട് പോകുന്നു. നാവിറും ഹെൽഗയും വളരെ എക്സൈറ്റഡ് ആയിരുന്നു ആ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്യാനായി. നിങ്ങൾ കുറച്ച് എടുക്കൂ,
ജോർദൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തില്ലെന്ന് അവൾ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് രാഗിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. ഫെലി ബൗളെടുത്ത് ടേസ്റ്റ് ചെയ്യാനായി ജോർദന് കൊടുക്കുന്നു. എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹെൽഗയ്ക്കും നാവിറോയ്ക്കും ഈ ഫ്രൈഡ് റൈസ് ഒരുപാട് ഇഷ്ടമാകുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടെന്നും നീയും ട്രൈ ചെയ്യാൻ അവർ രാഗയോട് പറയുന്നു. ഈ വിയേർഡ് ഫ്രൈഡ് റൈസ് കണ്ടു തന്നെ എൻ്റെ വിശപ്പ് പോയിന്ന് രാഗ പറയുന്നുണ്ട്. അപ്പോൾ മിസ്റ്റർ ജോഹാനും അവിടേക്ക് വരുന്നു. താൻ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ചെയ്യാനായി ഫെലി അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനും ഇഷ്ടമാകുന്നു. ഇന്ന് ഞങ്ങൾ എല്ലാവരും എൻ്റെ വൈഫിൻ്റെ ഗ്രേവിലേക്ക് പോവുകയാണ്, നീയും വരാൻ മിസ്റ്റർ ജോഹാൻ അവളോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രാഗയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. മറ്റുള്ളവർക്കും ഈ കാര്യം അത്രയ്ക്ക് ഇഷ്ടമാകുന്നില്ല. എന്നും മദൻ്റെ ഗ്രേവിലേക്ക് നമ്മൾ 5 പേരും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു സ്ട്രേഞ്ചേഴ്സും നമ്മുടെ കൂടെ വരാറില്ലായിരുന്നു എന്ന് രാഘ ഫാദറിനോട് പറയുന്നു. അവനിത് ഫെലി ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. താൻ വരുന്നില്ലെന്ന് ഫെലിയും പറയുന്നു. പക്ഷേ മിസ്റ്റർ ജോഹാൻ അവൾ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ വൈഫിനെ നിന്നെ മീറ്റ് ചെയ്യിക്കണമെന്നും എൻ്റെ വൈഫിൻ്റെ പേര് ഫ്ലോറ എന്നാണെന്നും അദ്ദേഹം പറയുന്നു. ഇതെല്ലാം കേട്ട് രാഘ ദേഷ്യത്തിൽ അവൾ എണീറ്റ് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ എല്ലാവരും മദറിൻ്റെ ഗ്രേവിലേക്ക് പോകാനായി കാറിൽ കയറുകയാണ്. ഫെലി അവിടേക്ക് വരുന്നു. രാഘ അവളെ തടയുന്നുണ്ട്. നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ഫെലി തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ജോർദൻ അവളോട്, എല്ലാവരും നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ഞങ്ങളുടെ മദറിൻ്റെ കാര്യമാണ്. ഈ കാര്യത്തിൽ എല്ലാവരും സെൻസിറ്റീവാണെന്ന് അവൻ പറയുന്നു. ഫെലിക്ക് സിറ്റുവേഷൻ മനസ്സിലാകുന്നു. തൻ്റെ കൂടെ വരാൻ ജോർദൻ പറയുമ്പോൾ അവൾ സമ്മതിക്കുന്നുണ്ട്. 2 പേരും കാറിൽ വന്നിരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ എല്ലാവരും ഫ്ലോറ, അതായത് മിസ്സസ് ജോഹാന്റെ ഗ്രേവിലേക്ക് വരുന്നു. നമ്മുടെ മക്കളുമായി ഞാൻ വീണ്ടും വന്നു എന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നുണ്ട്. തൻ്റെ വൈഫിൻ്റെ ഗ്രേവിൽ ഫ്ലവേഴ്സ് വെക്കാൻ അദ്ദേഹം ഫെലിയോടും പറയുന്നു. ഫെലി എല്ലാവരും നോക്കുന്നുണ്ട്. അവൾ അവിടെ ഉള്ളത് ആർക്കും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് രാഗയ്ക്ക്. പക്ഷെ അവളുടെ മുന്നിൽ മറ്റു ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഫെലി ഫ്ലവേഴ്സ് വെക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഒരുപാട് ഹാപ്പി ആയിരുന്നേനെ. കാരണം ഫെലിയെ പോലുള്ള സ്വീറ്റ് ഗേളിനെ നിനക്ക് മകളായി കിട്ടിയതിൽ. തൻ്റെ വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മിസ്റ്റർ ജോഹാൻ ഫെലിയോട് പറയുന്നു. ഇത് കേട്ട് രാഗയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. മറ്റു ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത ഫെലി പ്രേ ചെയ്യുന്നു. എല്ലാവരും കൂടെ പ്രേ ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ജോഹാൻ ഒരുപാട് ഇമോഷണലാകുന്നു. അദ്ദേഹം അവിടുന്ന് എണീറ്റ് പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും ഓരോരുത്തരായിട്ട് എണീറ്റ് പോകുന്നു. ഫെലി നോക്കുമ്പോൾ രാഗി അപ്പോഴും അവൻ്റെ മദറിൻ്റെ ഗ്രേവിൽ ഇരിക്കുകയാണ്. അവളെ കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വരുന്നു. നീ മനസ്സ് വെച്ചിരുന്നെങ്കിൽ എൻ്റെ ഡാഡിൻ്റെ ഇൻവിറ്റേഷൻ നിനക്ക് റിജക്റ്റ് ചെയ്യാമായിരുന്നു. ഞങ്ങളുടെ കൂടെ ഇവിടെ വരാതിരിക്കാമായിരുന്നു. ഇത് ഞങ്ങളുടെ ഫാമിലി ടൈം ആയിരുന്നു. നീ വന്നത് സ്പോയിൽ ചെയ്തു എന്ന് അവൻ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിനക്ക് നിന്റെ മദറിൻ്റെ അടുത്ത് വരാൻ പറ്റുമല്ലോ എന്ന് അവൾ പറയുമ്പോൾ, അതെ എനിക്ക് വരാൻ പറ്റും, പക്ഷെ നീ ഇന്ന് വന്ന് ഞങ്ങളുടെ ഫാമിലി ടൈം സ്പോയിൽ ചെയ്തു എന്ന് അവൻ പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇന്നിവിടെ വന്നതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എനിക്കിന്ന് ഒരു കാര്യം മനസ്സിലായി, നീ എന്തുകൊണ്ട് ഗേൾസിനോട് ഇത്രയും മോശമായി പെരുമാറുന്നെന്ന്. കാരണം നീ വലുതായ ഗേൾസിനോട് ഇങ്ങനെ പെരുമാറുന്ന കാര്യം നിന്റെ മദർ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അവർ എല്ലാവരും രാഗയുടെ വർക്ക്ഷോപ്പിലേക്ക് വരുന്നു. മിസ്റ്റർ ജോഹാൻ രാഗയെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇവനിത് നന്നായിട്ടാണ് ഈ ബിസിനസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. നിനക്ക് വേണമെങ്കിൽ ഈ വർക്ക്ഷോപ്പ് കുറച്ചുകൂടെ സ്പേഷ്യസായ പ്ലേസിലേക്ക് മാറ്റാമെന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നു. അതിനെക്കുറിച്ചെല്ലാം ഞാൻ ആലോചിക്കുന്നുണ്ടെന്ന് രാഗ പറയുന്നു. നിനക്ക് വേണമെങ്കിൽ നിന്റെ ഈ ഹോബിയെ ഒരു കരിയർ ആക്കാമെന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നു. രാഗയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം മിസ്റ്റർ ജോഹാൻ ഒരുപാട് പ്രൗഡായിട്ടാണ് പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ജോർദന് ചെറുതായിട്ട് ബാഡ് ഫീൽ ചെയ്യുന്നുണ്ട്. തനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് മിസ്റ്റർ ജോഹാൻ അവിടുന്ന് പോകുന്നു. ഫെലി വാഷ്റൂമിലേക്ക് പോകാൻ പോകുമ്പോൾ ഇവർ 4 പേരും സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നുണ്ട്. ഇവർ 4 പേരും അവരുടെ മദറിനെ ഒരുപാട് മിസ് ചെയ്യുന്നു. നമ്മുടെ മദർ നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ ഗേൾസിനോട് പെരുമാറുന്നത് ഒരുപാട് റൂഡായിട്ടാണെങ്കിലും മദറിനെ ഇവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവൾ സ്മൈൽ ചെയ്ത് അവിടുന്ന് പോകുന്നുണ്ട്. ഫെലി ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും കൂടെ മദറിൻ്റെ ഗ്രേവിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് ഹെൽഗ എല്ലാവരോടും ചോദിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരുപാട് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തു. ഫെലി നമ്മളെ സംബന്ധിച്ച് ഒരു സ്ട്രേഞ്ചറാണ്. അവൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വരുന്നതും നമ്മുടെ ഫാമിലിയെ ബിഹേവ് ചെയ്യുന്നതെല്ലാം ഒരുപാട് വിയേർഡാണെന്ന് നാവിറോ പറയുന്നു.
അപ്പോഴേക്കും ഫെലി അവിടേക്ക് വരുന്നുണ്ട്. ഇവരീ സംസാരിക്കുന്നത് അവളും കേൾക്കുന്നു. നാവിറു പറഞ്ഞ ഈ കാര്യത്തിൽ രാഗ എഗ്രി ചെയ്യുന്നു. ഫെലി നമ്മളെ സംബന്ധിച്ച് ഒരു സ്ട്രേഞ്ചർ ആണെന്നും ഞാൻ ഒരിക്കലും അവളെ അക്സെപ്റ്റ് ചെയ്യില്ലെന്നും അവൻ പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സുകൊണ്ട് ഫെലി അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യില്ലെന്ന് ജോതൻ പറയുന്നുണ്ട്. ഫെലി അവിടെ നിൽക്കുന്നത് അവൻ കാണുന്നു. ഫെലി അവരുടെ അടുത്ത് വന്ന് അവരോടെല്ലാം സോറി പറയുന്നുണ്ട്. സോറി, ഞാൻ കാരണം നിങ്ങൾക്കിനി ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യില്ല. കാരണം ഇന്ന് തന്നെ ഞാൻ എൻ്റെ ഓർഫനേജിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് അവൾ പറയുന്നുണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്ന് ജോർദൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നീ വിചാരിക്കുന്ന പോലെയാണ് കാര്യങ്ങളെന്ന് രാഗ അവളോട് പറയുന്നു. ഇത് കേട്ട് ഫെലിക്ക് ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ ഒറ്റയ്ക്ക് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഫെലി അവളുടെ ലഗേജുമായി മിസ്റ്റർ ജോഹാന്റെ അടുത്തേക്ക് വരുന്നു. അവളുടെ ഈ ലഗേജ് കണ്ട് നീ എവിടേക്ക് പോവുകയാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഞാൻ ഓർഫനേജിൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുമെന്ന് അവൾ പറയുന്നു. ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായി, ഞാൻ നിന്നെ നാളെ അവിടെ കൊണ്ടാക്കാമെന്ന് മിസ്റ്റർ ജോഹാൻ അവളോട് പറയുന്നുണ്ട്. അവൾ ആ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മിസ്റ്റർ ജോഹാന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. തനിക്ക് ഇന്ന് തന്നെ പോകണമെന്ന് ഫെലി പറയുന്നു. മിസ്റ്റർ ജോഹാൻ അവളോട് ഒന്നും പറയുന്നില്ല. ശരി, പോകുന്നതിന് മുന്നേ നീ എൻ്റെ കൂടെ ഒരു പ്ലേസിലേക്ക് വരാൻ പറഞ്ഞ് അവളെയും കൂട്ടി ഒരു റൂമിലേക്ക് വരുന്നുണ്ട്. ആ റൂം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ സാധനങ്ങളായിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ വൈഫിൻ്റെ സാധനങ്ങൾ വെളി ഡിസ്പ്ലേ ചെയ്ത് വെക്കാറില്ല. കാരണം ഈ സാധനങ്ങൾ കണ്ട് എൻ്റെ മക്കൾ സാഡ് ആകുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. എപ്പോഴെങ്കിലും എനിക്ക് ഒരുപാട് ലോൺലിനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ റൂമിലേക്ക് വന്ന് ഈ സാധനങ്ങളെല്ലാം നോക്കി എൻ്റെ വൈഫിനെ കുറിച്ച് ഓർക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഫെലി ഒരുപാട് സാഡ് ആകുന്നു. അദ്ദേഹം അവളോട് സോഫയിൽ ഇരിക്കാൻ പറയുന്നു. എന്നിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ രാഗയുമായി പ്രഗ്നൻ്റ് ആയ മിസ്സസ് ജോഹാൻ ആയിരുന്നു. അവർ ഒരുപാട് ഹാപ്പി ആയിരുന്നു താൻ പ്രഗ്നൻ്റ് ആയതിൽ. ഈ കുട്ടിക്ക് ശേഷം തനിക്കൊരു മകളെ വേണമെന്ന് മിസ്സസ് ജോഹാൻ പറയുന്നുണ്ട്. ഒരു മകളെ വേണം എന്നുള്ളത് എൻ്റെ വൈഫിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് സഫലമായില്ല. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ഇവിടെ വന്നിട്ട് ഒരുപാട് ദിവസങ്ങളായില്ലെന്ന് എനിക്കറിയാം. ഞാൻ ആവശ്യപ്പെട്ട് 3 മാസമായില്ലെങ്കിലും ഒരു കാര്യം എനിക്ക് നിന്നോട് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. നീ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്ന് അദ്ദേഹം പറയുന്നു. മിസ്റ്റർ ജോഹാന്റെ റിക്വസ്റ്റിന് എന്ത് മറുപടി പറയണമെന്ന് ഫെലിക്ക് അറിയില്ല. എനിക്കറിയാം എൻ്റെ മക്കളുമായി ഡീൽ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന്. നിന്നെ അവർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കുമെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഡ്മിഷൻ അവർ പഠിക്കുന്ന സ്കൂളിലാക്കിയത്. അങ്ങനെ ആകുമ്പോൾ നിനക്ക് അവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, അവരെ മനസ്സിലാക്കാൻ പറ്റും. തനിക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത് മിസ്റ്റർ ജോഹാൻ കാരണമാണെന്ന് ഫെലിക്ക് മനസ്സിലാകുന്നു. അവൾ അദ്ദേഹത്തോട് താങ്ക്സ് പറയുന്നുണ്ട്. താങ്കൾ കാരണമാണ് ഇത്രയും വലിയ സ്കൂളിൽ എനിക്ക് പഠിക്കാൻ പറ്റിയെന്ന് അവൾ പറയുന്നു. നിനക്കൊരു ബെസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ലൈഫിൽ ഒരുപാട് സക്സസ് ആവണം. അപ്പോൾ നിനക്ക് നിന്റെ ഓർഫനേജിലെ സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും എല്ലാം ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുന്നു. ഫെലി ഇതിന് മറുപടി ഒന്നും പറയുന്നില്ല. എനിക്കറിയാം നീ ഇവിടെ താമസിക്കുന്നത് എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ലെന്ന്. അറ്റ്ലീസ്റ്റ് നമ്മൾ എഗ്രി ചെയ്ത പോലെ നീ 3 മാസം ഇവിടെ താമസിക്കൂ. 3 മാസം കഴിഞ്ഞും ഇവിടെ നിൽക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നിന്നെ ഞാൻ ഓർഫനേജിൽ കൊണ്ടാക്കാം. ഞാൻ പിന്നെ ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല. പക്ഷേ അതുവരെ നീ ഇവിടെ നിൽക്കണമെന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നു. മറ്റു വഴിയൊന്നുമില്ലാതെ ഫെലി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഡബിൾ ഡേറ്റിന് വേണ്ടി ഹെൽഗയും നാവിറോയും ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഹെൽഗ ലൈക്ക് ചെയ്യുന്നത് ഏത് ഗേളിനെയാണെന്ന് കാണാൻ നാവിറോയ്ക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ നാവിറോ ലൈക്ക് ചെയ്യുന്നത് ഏത് ഗേളിനെയാണെന്ന് കാണാൻ ഹെൽഗയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ലൈക്ക് ചെയ്യുന്നത് സെയിം ഗേളിനെയാണെന്ന് ഇവർക്കറിയില്ല. ഞാൻ ലൈക്ക് ചെയ്യുന്ന ഗേള് ഒരുപാട് ബ്യൂട്ടിഫുൾ ആണെന്നും അവളെ കണ്ടാൽ നീ ഒരുപാട് ഇംപ്രസ് ആകുമെന്ന് ഹെൽഗ പറയുന്നുണ്ട്. എൻ്റെ ഗേളും ഒരുപാട് ബ്യൂട്ടിഫുൾ ആണെന്ന് നാവിറോയും പറയുന്നു. അപ്പോഴേക്കും മോണിക്ക അവിടേക്ക് വരുന്നു. രണ്ടുപേരെ ഹാപ്പിയായി അവളെ വെൽക്കം ചെയ്യുന്നുണ്ട്. അവളവിടെ ഇരിക്കുന്നു. തൻ്റെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത് അവിടേക്ക് വന്നതിൽ നാവിറോ മോണിക്കയോട് താങ്ക്സ് പറയുന്നു. നീ ഇതിന് താങ്ക്സ് പറയുന്നത്? എൻ്റെ ഇൻവിറ്റേഷനാണ് അവൾ അക്സെപ്റ്റ് ചെയ്ത്. സോ ഞാനാണ് താങ്ക്സ് പറയേണ്ടതെന്ന് ഹെൽഗ പറയുന്നുണ്ട്. നീയല്ല, ഞാനാ മോണിക്ക് ഇൻവൈറ്റ് ചെയ്തതെന്ന് ഇത് കേട്ട് നാവിറോയും പറയുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എന്നെ ഇൻവൈറ്റ് ചെയ്തു എന്ന് മോണിക്ക പറയുന്നു. ഇത് കേട്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്.
നെക്സ്റ്റ് സീനിൽ രാഘ വളരെ ഹാപ്പിയായി ബ്രദേഴ്സിനെ അവൻ്റെ റൂമിലേക്ക് വിളിക്കുന്നു. ഇന്ന് പിസ്സ പാർട്ടിയാണെന്നും താൻ ഇന്ന് ഒരുപാട് ഹാപ്പിയാണെന്നെല്ലാം അവൻ പറയുന്നുണ്ട്. ഹെൽഗയും നാവിറോയും അവിടേക്ക് വരുന്നു. പക്ഷെ അവർ രണ്ടുപേരും പരസ്പരം നല്ല ദേഷ്യത്തിലായിരുന്നു. രാഗയാകട്ടെ ഒരുപാട് ഹാപ്പിയിലാണ്. ഫൈനലി ഫെലി എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിൽ. അപ്പോൾ ഫെലിയുടെ സൗണ്ട് കേൾക്കുന്നു. നീ ഇതുവരെ പോയില്ലേ എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോകുമെന്ന് ആരാ പറഞ്ഞത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അവൾ പറയുന്നു. എന്നിട്ട് പിസ്സ എടുത്ത് കഴിക്കുന്നുണ്ട്. ഈ പിസ്സ നിനക്ക് വേണ്ടിയല്ലെന്ന് രാഘ പറയുന്നു. ഫെലി അതൊന്നും കേൾക്കാതെ പിസ്സ കഴിച്ചുകൊണ്ട് എൻ്റെ പ്ലാൻ ക്യാൻസലായെന്നും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നു. ഇത് കേട്ട് രാഘയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. രണ്ടുപേരും ദേഷ്യത്തിൽ പരസ്പരം നോക്കുന്നു. അപ്പോൾ ജോർദൻ അവിടേക്ക് വരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇത്രയും ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവസാനം നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു തുടങ്ങുമെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് രാഘയും ഫെലിയും പരസ്പരം വിയേർഡായിട്ട് നോക്കുന്നുണ്ട്. ഇവളെ സ്നേഹിക്കുന്നത് ഏതെങ്കിലും സ്റ്റുപ്പിഡ് ആയിരിക്കും. ഞാൻ ഒരിക്കലും ഇവളെ സ്നേഹിക്കില്ലെന്ന് രാഘ പറയുന്നു. അതേസമയം നാവിറോ ഹെൽഗയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പരസ്പരം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. ഇത് കണ്ട് രാഘ ഒരുപാട് കൺഫ്യൂസ് ആകുന്നു. കാരണം ഇവർ രണ്ടുപേരും ഒരിക്കലും ഫൈറ്റ് ചെയ്യാറില്ല. പിന്നെ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന്. പിസ്സ കഴിച്ച ശേഷം ജോർദൻ അവിടുന്ന് പോകുന്നു. നീ എവിടെ പോവുകയാണെന്ന് ഫെലി ചോദിക്കുമ്പോൾ മ്യൂസിക് റൂമിൽ പോവുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. ഫെലിയുടെ മുന്നിൽ മറ്റ് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അവൾ രാഗയുടെ കൂടെ ആ റൂമിൽ ഇരിക്കുന്നു. അവൻ അവളെ നോക്കി നിൽക്കുമ്പോൾ നീ എന്തിനാ എന്നിങ്ങനെ തുറച്ചു നോക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇത് റിയലൈസ് ചെയ്യുന്ന അവൻ അവളുടെ അടുത്ത് വന്ന് ടേബിളിൽ എന്തോ വെച്ചിട്ട് അവിടുന്ന് പോകുന്നു. അവൾ നോക്കുമ്പോൾ അവൻ കൊടുക്കാൻ തയ്യാറാകാതിരുന്ന അവളുടെ നെക്ലേസ് ആയിരുന്നു അത്. അവൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി അവളുടെ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. ഷാനി വന്ന് അവളോട് ഹായ് പറഞ്ഞ ശേഷം വെളിയിലേക്ക് പോകുന്നു. അപ്പോൾ ജോർദനും രാഗയും അവിടേക്ക് വരുന്നുണ്ട്. ജോർദൻ വന്ന് അവൻ്റെ സീറ്റിലിരിക്കുന്നു. പക്ഷെ രാഗയാകട്ടെ അവളുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ രാഗ അവളുടെ ഹോംവർക്ക് കോപ്പി ചെയ്യാണ്. അവളുടെ ബുക്ക് അവൻ്റെ കയ്യിൽ നിന്ന് അവൾ പിടിച്ചു വാങ്ങുന്നുണ്ട്. ക്ലോയി അവിടേക്ക് വരുന്നു. ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് അവൾ കാണുന്നുണ്ട്. അവൾക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. അവൾ അവിടുന്ന് പോകുന്നു. ഇതെല്ലാം ജോർദന് ശ്രദ്ധിക്കുന്നുണ്ട്. രാഗയുടെ കയ്യിൽ നിന്ന് ബുക്ക് പിടിച്ചു വാങ്ങി ഫെലി കൊണ്ടുവന്ന് ടീച്ചറിന്റെ ടേബിളിൽ വെക്കുന്നു. എന്നിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ രാഗ വീണ്ടും അവളുടെ ബുക്ക് എടുക്കുന്ന കാണുന്നുണ്ട്. അവൾ തിരിച്ചു വന്ന് വീണ്ടും ബുക്ക് പിടിച്ചു വാങ്ങിക്കുന്നു. ഹോംവർക്ക് ഉണ്ടെങ്കിൽ നീ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അവളുടെ പിറകെ പോയി അവളെ അനോയെന്ന് പറയുന്നു. തിരിച്ചു വന്ന രാഗ മറ്റൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഹോംവർക്ക് കോപ്പി ചെയ്യുന്നു. ഫെലി നേരെ വരുന്നത് വാഷ്റൂമിലേക്കാണ്. ക്ലോയി അവിടെ ഉണ്ടായിരുന്നു. താൻ രാഗയെ ലൈക്ക് ചെയ്യുന്നും ഒരുപാട് നാളുകളായിട്ട് ലൈക്ക് ചെയ്യുന്നുണ്ടെന്നും ക്ലോയി അവളോട് പറയുന്നു. നീ എന്തിന് ഈ കാര്യം എന്നോട് പറയുന്നത്? ഇതുമായിട്ട് എനിക്ക് എന്തു ബന്ധമാണ് ഉള്ളതെന്ന് ഫെലി ചോദിക്കുന്നു. നീ രാഗയോട് ഈ ഫ്ലേർട്ട് ചെയ്ത് നിർത്തണം, അവനിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് ക്ലോയി അവളെ വോൺ ചെയ്യുന്നു. രാഗ ഒരിക്കലും നിന്നെ അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം നീ ഒരു ഓർഫൻ ആണെന്ന് ക്ലോയി പറയുന്നുണ്ട്. തൻ്റെ ഫ്രണ്ട് ഇത്രയ്ക്ക് ചേഞ്ച് ആയെന്ന് ഫെലിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓർഫനാണെങ്കിൽ നീയും ആ സെയിം ഓർഫനേജിൽ നിന്ന് വന്നേന്ന് ഫെലി പറയുന്നുണ്ട്. ഇത് കേട്ട് ക്ലോയി ടെൻഷനാകുന്നു. അവളോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. ഈ കാര്യം നീ ആരോടും പറയരുതെന്ന് ക്ലോയി പറയുമ്പോൾ നീ എല്ലാവരും പേടിക്കുകയാണ്. നീ ഓർഫനേജിൽ നിന്ന് വന്നേന്ന് നീ ആരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ വളരെ കൂളായിട്ട് ബിഹേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഫെലി ചോദിക്കുന്നു. ഞാൻ ഓർഫനേജിൽ നിന്ന് വന്നിരുന്ന കാര്യം നീ ആരോടും പറയരുതെന്ന് ക്ലോയി വീണ്ടും അവളോട് പറയുന്നു. ഫെലി പ്രോപ്പറായി ഒരു മറുപടി പറയുന്നില്ല. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ക്ലോയി ഒരുപാട് പേടിക്കുന്നു. അവൾ അവളുടെ ഫോണിൽ നിന്ന് ഓർഫനേജിലെ എല്ലാ ഫോട്ടോസും ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും ക്ലോയുടെ ഫ്രണ്ട്സ് അവിടേക്ക് വരുന്നു. അവരെ കണ്ട് ക്ലോയി ഒരുപാട് പേടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ താഴെ വയ്ക്കുന്നു. അവർ ക്ലോയുടെ ഫോൺ എടുത്ത് ഇത്ര പേടിക്കാൻ മാത്രം നീ ഫോണിൽ എന്ത് ചെയ്യായിരുന്നു ചോദിച്ച് ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലോയി പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് അവളുടെ ഫോൺ പിടിച്ചു വാങ്ങിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ പേടിച്ചാണെന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ട്സിനെ അവിടുന്ന് പറഞ്ഞയക്കുന്നു. നെക്സ്റ്റ് സീനിൽ സ്കൂൾ ടൈം കഴിഞ്ഞ ശേഷം എല്ലാവരും വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബാഗെല്ലാം പാക്ക് ചെയ്യാണ്. രാഘ ഫെലിയെടുത്ത് വന്ന് നീ വീട്ടിലേക്ക് പോവുകയാണോ ചോദിക്കുന്നുണ്ട്. അല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസായ ചിയർ ലീഡിങ്ങിന് വേണ്ടി താൻ സ്റ്റേ ബാക്ക് ചെയ്യുകയാണെന്ന് അവൾ പറയുന്നു. നീ പിന്നെ എപ്പോഴാണ് പോകുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ
നീ എന്തിനാ എന്നോട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് ഫെലി ചോദിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുന്നത് ക്ലോയ് ശ്രദ്ധിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഫെലി അവളുടെ ചിയർ ലീഡിംഗ് കോസ്റ്റ്യൂമിലാണ്. ഒരു സ്റ്റുഡൻറ് വന്ന് അവളോട് ഗ്രൗണ്ടിലേക്ക് വരാൻ പറയുന്നു. ഇവർ രണ്ടുപേരും പോകുന്നത് ക്ലോയ് ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലോയ് സത്യത്തിൽ ചിയർ ലീഡിംഗ് ടീമിന്റെ ഹെഡാണ്. ചിയർ ലീഡിംഗ് ടീം ഒരു സ്റ്റണ്ട് പ്രാക്ടീസ് ചെയ്യാണ്. ക്ലോയ് ഫെലിയോട് നീ ഈ സ്റ്റണ്ടിൽ ഫ്ലയർ ആകുമെന്ന് പറയുന്നു. ഫ്ലയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആ ഗേളിനാണ് പറയുന്നത്. ഇതൊരുപാട് റിസ്കി സ്റ്റണ്ടാണ്, ഒരുപാട് പ്രാക്ടീസ് വേണം. ഇല്ല, ഇത് തൻ്റെ ഫസ്റ്റ് ഡേ ആണെന്നും തനിക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന് അവൾ പറയുന്നു. ഈ സ്റ്റണ്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ട്രസ്റ്റാണ്. നീ എന്താ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ക്ലോയ് ചോദിക്കുന്നു. ക്ലോയ് അവളെ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. നിന്റെ ടീമിനെ ട്രസ്റ്റ് ചെയ്യാൻ അവൾ ഫെലിയോട് പറയുന്നു. ലാസ്റ്റ് മറ്റു വഴിയൊന്നുമില്ലാതെ ഫെലി തയ്യാറാകുന്നുണ്ട്. ഫെലിയെ പിക്ക് ചെയ്യാനായി അപ്പോൾ രാഗിയും ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഫെലി ഈ സ്റ്റണ്ട് ചെയ്യാൻ പോകുന്നത് അവനും കാണുന്നു. ഫെലി മുകളിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ ക്ലോയ് അവളുടെ കൈ വിടുന്നു. ഈ കാരണത്താൽ താഴെ വീഴുന്ന ഫെലിയുടെ കാലിൽ ചെറുതായിട്ട് ഇഞ്ചുറിയും പറ്റുന്നു. അവൾക്ക് നന്നായിട്ട് പെയിൻ എടുക്കുന്നുണ്ട്. ഇത് കണ്ട് രാഗ അവളുടെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ജോർദൻ അതിനു മുന്നേ അവളുടെ അടുത്ത് എത്തുന്നു. എന്നിട്ട് അവളോട് ഞാൻ നിന്നെ പിഗ്ഗി ബാക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫെലി തയ്യാറാകുന്നില്ല. ഇവരെ കണ്ട് രാഗ അവിടെ നിന്ന് ഇവരെ നോക്കുന്നുണ്ട്. നടക്കാനാണെങ്കിൽ ഫെലിക്ക് പറ്റുന്നുമില്ല. ജോർദൻ അവളെ എടുക്കുന്നു. ഇതെല്ലാം കണ്ട് ക്ലോയ് ചിരിക്കുന്നുണ്ട്. ക്ലോയുടെ മുന്നിൽ താൻ വീക്കാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഫെലി ജോർദനോട് പറയുന്നു. സോ അതുകൊണ്ട് തന്നെ താഴെ ഇറക്കാൻ ഫെലി പറയുന്നു. ജോർദൻ ക്ലോയെ നോക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് രാഗയ്ക്കാകട്ടെ ഒരുപാട് ദേഷ്യം വരുന്നു.